നമസ്കാരം. പ്രധാന വാർത്തകൾ. ടോൾ പ്ലാസയിൽ ഇനി ക്യൂ നിൽക്കേണ്ട. ടോൾ പിരിക്കൽ പൂർണ്ണമായും ഇലക്ട്രോണിക് സംവിധാനത്തിലേക്ക്. ഒരു വർഷത്തിനുള്ളിൽ രാജ്യത്തെ ടോൾ പിരിക്കൽ പൂർണ്ണമായും ഇലക്ട്രോണിക് സംവിധാനത്തിലേക്ക് മാറ്റാനൊരുങ്ങുന്നു. ഇതോടെ ടോൾ പ്ലാസയിൽ ക്യൂ നിൽക്കേണ്ട സ്ഥിതി ഒഴിവാകുമെന്ന് ലോക്സഭയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ഇലക്ട്രോണിക് സംവിധാനം 10 സ്ഥലങ്ങളിലായാണ് ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത്. പണമിടപാടുകൾക്കായി ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ എന്ന ഏകീകൃത പ്ലാറ്റ്ഫോം നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട്. വാഹനത്തിന്റെ വിൻസ്ക്രീനിൽ ഘടിപ്പിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ അധിഷ്ഠിത ഫാസ്ടാഗാണ് പുതിയ സംവിധാനം. ഉപഭോക്താവിന്റെ ലിങ്ക് ചെയ്ത അക്കൗണ്ടിൽ നിന്ന് ടോൾ ഈടാക്കും. കൊച്ചിയിൽ റെയിൽവേ ട്രാക്കിൽ ആട്ടുകല്ല്. ട്രെയിൻ അട്ടിമറി ശ്രമമെന്ന് സംശയം. കൊച്ചി പച്ചാളത്ത് റെയിൽവേ ട്രാക്കിൽ ആട്ടുകല്ല് കണ്ടെത്തി. ട്രെയിൻ അട്ടിമറി ശ്രമമെന്നാണ് സംശയിക്കുന്നത്. സംഭവത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇന്ന് പുലർച്ചെ 4:30 മൈസൂരു തിരുവനന്തപുരം കൊച്ചുവേളി എക്സ്പ്രസ് കടന്നുപോയതിനു ശേഷമാണ് ആട്ടുകല്ല് കണ്ടെത്തിയത്. ട്രാക്കിന്റെ നടുക്കാണ് ആട്ടുകല്ലുണ്ടായിരുന്നത്. ആട്ടുകല്ലിന് അധികം വലുപ്പമില്ലാത്തതിനാൽ ട്രെയിൻ അതിനു മുകളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇതേ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റാണ് വിവരം റെയിൽവേ പോലീസിൽ അറിയിച്ചത്. തൊട്ടാൽ പൊള്ളും മണ്ണെണ്ണ. സംസ്ഥാനത്ത് മണ്ണെണ്ണയ്ക്ക് വിലക്കയറ്റം. ലിറ്ററിന് 74 രൂപയായി ഉയർന്നു. 6 മാസം കൊണ്ട് മണ്ണെണ്ണയ്ക്ക് ലിറ്ററിന് 13 രൂപയാണ് കൂടിയത്. ജൂണിൽ ലിറ്ററിന് 61 രൂപയായിരുന്നു. ഇതാണ് ഡിസംബർ മാസമാകുമ്പോഴേക്കും 74 രൂപയായി ഉയർന്നത്. മണ്ണെണ്ണയുടെ വില ഉയർന്നതോടെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. റേഷൻ കടകളിൽ പോലും മണ്ണെണ്ണ കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ്. ശ്രീലേഖയ്ക്കെതിരെ തുടർ നടപടിക്ക് നിർദ്ദേശം. IPS ഉദ്യോഗസ്ഥ എന്ന പേരിൽ വോട്ട് തേടിയെന്ന പരാതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥി R. ശ്രീലേഖയ്ക്കെതിരെ തുടർ നടപടിക്ക് നിർദ്ദേശം. തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. പോസ്റ്ററുകൾക്ക് പുറമെ IPS ഉദ്യോഗസ്ഥ എന്ന പേരിൽ വീടുകളിൽ നോട്ടീസുകൾ വിതരണം ചെയ്തെന്ന് കാണിച്ച് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി രശ്മി TS നൽകിയ പുതിയ പരാതിയിലാണ് നടപടി. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്നലെ അപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് രാഹുലിന്റെ പുതിയ നീക്കം. കേസ് ഇന്ന് തന്നെ പരിഗണിക്കും. രാഹുൽ തൽക്കാലം കീഴടങ്ങിയേക്കില്ലെന്നും നിയമപോരാട്ടം തുടരാനാണ് തീരുമാനമെന്നാണ് പുറത്തുവരുന്ന വിവരം. അറസ്റ്റ് തടയാനുള്ള സാധ്യത തേടാനാണ് നീക്കം. ആരോപണം ബലാത്സംഗമായി കണക്കാക്കാനാകില്ല. പരാതി നൽകിയത് യഥാർത്ഥ രീതിയിലൂടെയല്ല. യുവതി മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നിങ്ങനെയാണ് രാഹുലിന്റെ ഹർജിയിലെ വാദങ്ങൾ. മലപ്പുറം മച്ചിങ്ങിൽ വൻ തീപിടുത്തം. കാർ സ്പെയർ പാർട്സ് ഗോഡൌൺ കത്തി നശിച്ചു. മലപ്പുറം പെരിന്തൽമണ്ണ, മഞ്ചേരി, തിരൂർ, തിരുവാലി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ 4 യൂണിറ്റ് അഗ്നിരക്ഷാസേന 2 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീയണച്ചത്. അപകട സമയത്ത് സ്ഥാപനത്തിലുണ്ടായിരുന്ന തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടതിനാൽ ആളപായം ഒഴിവായി. തീപിടിക്കാനുള്ള കാരണം വ്യക്തമല്ല. ബൈക്ക് കുഴിയിലേക്ക് വീണ യുവാവിന് ദാരുണാന്ത്യം. തിരുവനന്തപുരം വാഴയിലേക്ക് സമീപം പുരവൂർ കോണത്താണ് അപകടം. ഓടയ്ക്ക് വേണ്ടിയെടുത്ത കുഴിയിലേക്ക് ബൈക്ക് വീണാണ് അപകടമുണ്ടായത്. കരകുളം ഏണിക്കര സ്വദേശിയായ ആകാശ് മുരളിയാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ 1:30 അപകടമുണ്ടായത്. ടെക്നോ പാർക്കിലെ ജീവനക്കാരനാണ് ആകാശ്. എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കി ശാന്തൻപാറ ടാങ്കുമേട് സ്വദേശി പുകഴേന്തി എന്ന 14-കാരനാണ് മരിച്ചത്. ചിന്നക്കനാൽ ഫാത്തിമ മാതാ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. വലിയമ്മയുടെ വീട്ടിലെ മുറിക്കുള്ളിൽ തൂങ്ങിയ നിലയിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. സംഭവത്തിൽ ശാന്തൻപാറ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൊല്ലത്ത് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താണു. നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. സർവീസ് റോഡിലേക്കാണ് ഇടിഞ്ഞു വീണത്. കൊട്ടിയം മൈലക്കാടിന് സമീപമാണ് സംഭവം. സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ശിവാലയ കൺസ്ട്രക്ഷൻസിനാണ് ദേശീയപാതയുടെ നിർമ്മാണ ചുമതലയുള്ളത്. കടമ്പാട്ടുകോണം കൊല്ലം സ്ട്രെച്ചിലാണ് അപകടമുണ്ടായത്. ആരോഗ്യനില മോശമായി. രാഹുൽ ഈശ്വറിനെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചെന്ന കേസിൽ സൈബർ പോലീസ്
അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിനെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. ഉച്ചയ്ക്ക് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി ജയിലിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അഡ്മിറ്റ് ചെയ്യാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. ജയിലിൽ പ്രവേശിപ്പിച്ച ശേഷം നിരാഹാര സമരത്തിലാണ് രാഹുൽ. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ രാഹുൽ ഈശ്വറിനെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ജയിലിൽ നിരാഹാരം പ്രഖ്യാപിച്ചതോടെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു.